ഹലോ എവരി വൺ, പ്രോഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് ഷീറ്റ് മെറ്റൽ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇന്നൊന്ന് റിവൈസ് ചെയ്യാം. അതായത് നമ്മളിതുവരെ ബേസ് ഫ്ലഞ്ച് ടൂള് 3 വിധത്തിൽ ഉപയോഗിക്കുന്നത് പഠിച്ചു. അതിനുശേഷം എഡ്ജ് ഫ്ലഞ്ച് ടൂളിനെ പറ്റി പഠിച്ചു. അതിനുശേഷം മിറ്റർ ഫ്ലഞ്ച് ടൂളിനെ പറ്റി പഠിച്ചു. അതിനുശേഷം നമ്മൾ ഗ്ലോബൽ വേരിയബിളുകളെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്കിങ് ഡയമെൻഷൻസ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ഡയമെൻഷൻസിനെ എങ്ങനെയൊക്കെ ലിങ്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പ്രീവിയസ് ട്യൂട്ടോറിയലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കണ്ടന്റ് ആയിരുന്നു. പക്ഷേ സമയപരിമിതി മൂലമാണ് എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കാഞ്ഞത്. ദയവായി നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സോളിഡ് വർക്ക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലിങ്കിങ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കിങ് ഡയമെൻഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡയമെൻഷൻ, അതായത് ഒരു മാഗ്നിറ്റ്യൂഡ് ലിങ്ക്ഡ് ബൈ അനദർ ഡയമെൻഷൻസ്. അതായത് ഒരളവ്, നമ്മളിപ്പോൾ ഡ്രോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷേപ്പിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഡയമെൻഷൻസ് വന്നിട്ട് മറ്റേതെങ്കിലും ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ലിങ്ക്ഡ് ഡയമെൻഷൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ആ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഡയമെൻഷൻ്റെ അളവ് മറ്റേ സോഴ്സ് ഡയമെൻഷൻസിൻ്റെ അളവുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ സോഴ്സ് ഡയമെൻഷൻസ് ചേഞ്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ടാമത്തെ ലിങ്ക്ഡ് ആയിട്ട് നിൽക്കുന്ന ഡയമെൻഷൻസും ചേഞ്ച് ആകും. ഓക്കെ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കുളവാക്കുന്നില്ല. നിങ്ങൾക്ക് ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സോളിഡ് വർക്ക്സിൽ വന്നു. അതിനുശേഷം പാർട്ട് ഓപ്പൺ ചെയ്തു ആസ് യൂഷ്വൽ. അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, അതിൽ സ്കെച്ച് ചെയ്യാൻ തുടങ്ങുന്നു. സ്കെച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏതൊരു ലൈൻ സെലക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ ഡ്രോ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് എൻ്റെ ബേസ് ഡയമെൻഷൻസ് ഇത് വേണമെന്ന് വിചാരിക്കുക. ഈ ഒരു ഡയമെൻഷൻസ് ആയിരിക്കണം എൻ്റെ ബേസ് ഡയമെൻഷൻസ്. അതായത് ഈ ഒരു ഡയമെൻഷൻസ് ചേഞ്ച് ആകുന്നതിനനുസരിച്ചിട്ട് മറ്റുള്ള എല്ലാ ഡയമെൻഷൻസും ചേഞ്ച് ആകണം. അതുപോലെ തന്നെ അതായത് ഒരു റേഷ്യോ അനുസരിച്ചിട്ട്, അതായത് 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഡയമെൻഷൻസ് ഫുള്ള് ആ ഒരു 10 സെൻറ്റിമീറ്റർ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി റീകോൺഫിഗർ ആകും. ആ 10 എന്നുള്ളത് നമ്മൾ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മറ്റുള്ള ഡയമെൻഷൻസുകളെല്ലാം റീസ്ട്രക്ചേർഡ് ആകും അല്ലെങ്കിൽ റീകോൺഫിഗർ ആകും. നമുക്കത് ചെയ്ത് തന്നെ നോക്കാം, എങ്കിലേ കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു സ്ട്രക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മളിവിടെ ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളിപ്പം ജസ്റ്റ് ഒരു ഡയമെൻഷൻസ് എന്നുള്ളത് ഒരു 10 കൊടുക്കുന്നു. 10 തന്നെ കൊടുക്കുക, നോ പ്രോബ്ലം. 10. ഇത് നമ്മൾ എത്രയാണോ കൊടുക്കുന്നത്, ഒരു 5. ഓക്കെ, അപ്പോൾ ഈ 5 എന്ന് നമ്മളിങ്ങനെ കൊടുത്തു. അങ്ങനെ ഇതിന് ഓരോന്നിനും നമ്മൾ ഡയമെൻഷൻസ് ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് 10-ന് പകരം നമുക്കൊരു 20 ആക്കണം. അപ്പോൾ അങ്ങനെ 20 ആക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൻ്റെ ഓരോത്തിൻ്റെ ഡയമെൻഷൻസും മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? ആ ഒരു സെയിം സൈസിൽ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിൽ നമുക്ക് ആ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ 20 ആകുമ്പോഴത്തേക്ക് ഇവിടെ 10 ആവണം. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഡയമെൻഷൻസും അതേ റേഷ്യോയിൽ വന്നിട്ട് റീസ്ട്രക്ചർ ചെയ്ത് മോഡൽ ക്രിയേറ്റ് ആവണം, ശരിയല്ലേ? നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ളൊരു വേ ആണ് ഈ പറഞ്ഞ ലിങ്കിങ് ഡയമെൻഷൻസ് എന്നുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡയമെൻഷൻസ്, അതായത് നമ്മൾ ഗ്ലോബൽ വേരിയബിളുകളെ പറ്റി ഓൾറെഡി പഠിച്ചു. അതുപോലെ തന്നെയാണ് ഏകദേശമൊക്കെ ഇത് ചെയ്യുന്നത്. അതായത് ഇതിനെ നമുക്കൊരു വിഡ്ത്ത് എന്ന് എടുക്കാം. അപ്പം ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഈക്വൽ ടു വിഡ്ത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. ഒരു ഫസ്റ്റ് ഗ്ലോബൽ വേരിയബിൾ ആണിത്. ഗ്ലോബൽ വേരിയബിൾ കൊടുക്കുന്നു 10 തന്നെ, അതിൻ്റെ ഡയമെൻഷൻസ് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇതപ്പോൾ ഗ്ലോബൽ വേരിയബിൾ വിഡ്ത്ത് എന്ന് പറഞ്ഞ ഗ്ലോബൽ വേരിയബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നിരിക്കുന്ന വാല്യൂ ആണ് ഈ 10 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഡയമെൻഷൻസ് എല്ലാം ഈ ഒരു ഡയമെൻഷൻസുമായിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഇവിടെ വരുന്നു.
ഇവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ 5 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇത് 10 ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ട ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈക്വൽ ടു ഇടുക. ഈക്വൽ ടു ഇട്ടതിന് ശേഷം ഈ ഡയമെൻഷൻസിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിവൈഡഡ് ബൈ 2 കൊടുത്തു കഴിഞ്ഞാൽ 5 ആകും. അപ്പം അങ്ങനെ 2 കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഡയമെൻഷനുമായിട്ട് ഇപ്പം ലിങ്ക്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇതുപോലെ മറ്റുള്ള എല്ലാ ഡയമെൻഷൻസിലെയും നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ നമ്മൾ പഠിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വേണ്ട ആ ഒരു സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു 2 ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കണം, ഈ 10ൽ നിന്ന് എങ്ങനെയാണ് ഒരു 2നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ 10ൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കുക ഒരു 2നെ. അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് 2നെ കിട്ടും. അപ്പം നമുക്ക് ഈ 10 എന്ന് പറയുന്ന ആ ഒരു വിട്ട് എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിൾ ഏത് വാല്യൂ വന്നാലും അതിൻ്റെ ആ ഒരു റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ട് ഇവിടെ വേരി ആവും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു കൊടുക്കുന്നു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുക്കുന്നു. 5 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പം നമുക്കിവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂവും കിട്ടി. അതിനുശേഷം ഇതും നമുക്ക് 2 ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇതിനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യാം. അതായത് ഈ 2 പോയിന്റുകളെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഈക്വൽ ടു കൊടുത്തിട്ട് ഈ ഡയമെൻഷൻസുമായിട്ട് ലിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡയമെൻഷൻസും ലിങ്ക് ആയിട്ട് 2 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചാണ് നമ്മൾ ഈ ഒരു ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് ചേഞ്ച് ആവും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുന്നു. 6 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈക്വൽ ടു കൊടുക്കുന്നു. ഈക്വൽ ടു കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം -4 കൊടുത്താൽ മതിയാവുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമുക്ക് അതിനെ ചെയ്യാം. അതായത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പം 6 + 2 + 2 = 10 തന്നെ വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കിനെയും ഇതിനെയും കൂടെ ഈ ഒരു പോയിന്റിനെയും കൂടെ ഒരു വെർട്ടിക്കൽ റിലേഷൻ അസൈൻ ചെയ്തിട്ട് ഫുള്ളി ഡിഫൈൻഡ് ആക്കാവുന്നതാണ്. ഇതിപ്പോൾ ഓവർ ഡിഫൈൻഡ് ആയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയമെൻഷൻസ് കിടക്കുന്നതുകൊണ്ടാണ് അതിനെ ഓവർ ഡിഫൈൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ ഫുള്ളി ഡിഫൈൻഡ് ആക്കി. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് മെറ്റൽ വരുന്നു. നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ ബേസ് പ്ലഞ്ച് ടാപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയും നമുക്ക് ഡയമെൻഷൻസിനെ ലിങ്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈക്വൽ ടു ഞെക്കുന്നു. ഈക്വൽ ടു ഞെക്കിയതിന് ശേഷം നമുക്ക് വേണ്ട ആ ഒരു ഡയമെൻഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം *2 എന്നുള്ളത് ഇട്ട് കൊടുക്കുന്നു. 2 ഇൻറ്റു വന്നില്ല, ക്ഷമിക്കണം. *2 എന്നുള്ളത് ഇട്ട് കൊടുക്കുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മിറർ ചെയ്യുമ്പോഴത്തേക്കും ലെങ്ത് കൂടുതലായിട്ട് വരും. ഓക്കെ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ *2 ഇട്ട് കൊടുക്കുന്നത്. *2 ഇട്ട് കൊടുക്കുന്നത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ വരും. അതായത് ഈ ഒറിജിനലിൽ നിന്നും ഈ സൈഡിലേക്ക് ഒരു 20 വരും. ഈ 10 പ്ലസ് ഇപ്പുറത്ത് മിറർ ചെയ്യുന്ന 10 20 വരും. ഓക്കെ, വ്യക്തമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് ഓക്കെ. ഇപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ കിട്ടി. ഈ സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം ഞാനിവിടെ മിറർ ചെയ്യാൻ പോവുകയാണ്. മിററിനെ പറ്റി അറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മിററിനെ പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ മിറർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മിറർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കും. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫേസിനെ സെലക്ട് ചെയ്യുന്നു. ഫേസിനെ സെലക്ട് ചെയ്തിട്ട് മിറർ എൻറ്റിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഫേസ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മിററിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് ഈ ഫേസിനെ സെലക്ട് ചെയ്താൽ മതിയാവുന്നതാണ്. എന്നിട്ട് ബോഡീസ് ടു മിറർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ ഒരു ടാബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിനെ മിറർ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോഡീസ് ടു മിറർ എന്നുള്ള ആ ഒരു ഇതിൽ വരുന്നു. ജസ്റ്റ് ഈ ബോഡിയെ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വയറാണ്. അതായത് ഇതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 20 ആണ്. അതുപോലെ തന്നെ മിറർ ചെയ്ത വന്ന ഡയമെൻഷനും നേരത്തെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഡയമെൻഷനും കൂടി ചേരുമ്പോഴും 20 ആവും. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറിലുള്ള ഒരു മോഡലായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കോർ കൺസെപ്റ്റിലേക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മോഡലുകളെല്ലാം നമ്മൾ ഇക്വേഷൻസ് എല്ലാം കൊടുത്ത് ഡിറൈവ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പം എനിക്ക് ആ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 അല്ല വേണ്ടത്, എനിക്കൊരു 15 20 അല്ലെങ്കിൽ 30 വാട്ട് എവർ ദ ഡയമെൻഷൻസ് മേ ഐ ലൈക്ക് ഓർ ദ ഡിസൈനർ മേ ലൈക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാനേജ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ദ ബേസ് ആയിട്ടുള്ള ഒരു ഡയമെൻഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഗ്ലോബൽ വേരിയബിളിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ആ വിഡ്ത്ത് എന്ന് പറഞ്ഞ ഡയമെൻഷൻസുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത എല്ലാ ഇക്വേഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഡ്ത്തിൻ്റെ വാല്യൂ, ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ വേരി ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ വാല്യൂസും ഓട്ടോമാറ്റിക്കലി വേരി ആകും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ക്രിയേറ്റ് ചെയ്ത മോഡലിൻ്റെ സൈസ് റീസൈസ് ആവുകയും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡയമെൻഷൻസിൽ നമുക്ക് വിതിൻ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് മോഡിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ 10 ആണല്ലോ കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഈ 10നെ മാറ്റിയിട്ടൊരു 8 കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിച്ചോണം. വിഡ്ത്ത് 10 ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വാല്യൂസാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 8 കൊടുത്തു. 8 കൊടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വാല്യൂസ് എല്ലാം ഓട്ടോമാറ്റിക്കലി അറേഞ്ച്ഡ് ആയിട്ട്, അതായത് ഇത് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ റീബിൽഡ് എന്ന് പറഞ്ഞ ഈ ട്രാഫിക് ലൈറ്റ് സിഗ്നൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മോഡലിൻ്റെ സൈസ് റീസൈസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ ഞാൻ അടുത്തതായിട്ട് ഈ 8 എന്നുള്ളതിന് നമുക്കൊരു 20 എന്നുള്ളൊരു ഇതിലേക്ക് മാറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഡയമെൻഷൻസ് എല്ലാം 20ക്ക് അനുസരിച്ചിട്ട് റീസ്ട്രക്ചേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ റീബിൽഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ റേഷ്യോയിൽ ഈ ഒരു മോഡലിൻ്റെ വലിപ്പം വലുതാക്കാനും ചെറുതാക്കാനും ഈ ഒരു ലിങ്കിങ് മെത്തേഡ്, അതായത് ഡയമെൻഷൻസിനെ ലിങ്ക് ചെയ്ത് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരു മോഡിഫിക്കേഷൻ കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിൽ 1 to 12 എന്ന് കൊടുക്കുന്നു. 12 എന്ന് കൊടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഡയമെൻഷൻസ് റീസ്ട്രക്ചേർഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ റീകോൺഫിഗേർഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റീബിൽഡ് എന്ന് പറഞ്ഞ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഡയമെൻഷൻസിനനുസരിച്ചിട്ട് നമ്മളുടെ മോഡൽ റീകോൺഫിഗേർഡ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇതുപോലെയുള്ള ഒത്തിരി കണ്ടന്റുകളുള്ള ചാനലുകൾ ക്രിയേറ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.